കണ്ടാൽ എന്നെ പോലെ തന്നെ ഇരിക്കുന്ന 389 കൂടപ്പിറപ്പുകൾ എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ചാത്തന്റെ ഈ ഡയലോഗ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു. സപ്പോസ് ടെലികമ്മ്യൂണിക്കേഷൻ കണ്ടുപിടിക്കാത്ത കാലത്ത്, അതായത് 200 വർഷങ്ങൾക്ക് മുന്നേ, ഈ ചാത്തന്മാർ എങ്ങനെയായിരിക്കും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക? എന്തായാലും എർത്തിന്റെ കർവേച്ചർ കാരണം ഒരാൾക്ക് മറ്റൊരാളിലേക്ക് നേരിട്ട് ഇൻഫർമേഷൻ കൈമാറാൻ പറ്റില്ല. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, അവിടെ നിന്നും മറ്റൊരാളിലേക്ക്, അങ്ങനെ മാത്രമേ പറ്റൂ. ഇനി നമുക്ക് നോക്കാം ഒരാൾക്ക് മാക്സിമം എത്ര ദൂരെ വരെ മെസ്സേജ് അയക്കാമെന്ന്. പൈതഗോറസ് തിയറം അനുസരിച്ച് എഴുതാം. ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് മാക്സിമം അയക്കാൻ പറ്റുന്ന ഈ ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു, ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ അപ്രോക്സിമേറ്റ്ലി ഈ ഇക്വേഷൻ d ഈസ് ഈക്വൽ ടു 2 ടൈംസ് റൂട്ട് 2r(h) ആവും. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എയർ, h എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാത്തന്റെ ഹൈറ്റ്. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ അയക്കാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് d ഈസ് ഈക്വൽ ടു 9.65 കിലോമീറ്റേഴ്സ് എന്ന് കിട്ടും. ആൻഡ് അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ കൂടെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏതാണ്ട് 11.15 കിലോമീറ്റേഴ്സ് ആണെന്ന് മനസ്സിലാവും. അതായത് രണ്ട് ചാത്തന്മാർക്ക് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവർ 11.15 ഡയമീറ്റർ ഉള്ള ഒരു സർക്കിളിനുള്ളിലായിരിക്കണം. അതായത് 97.5 കിലോമീറ്റർ സ്ക്വയർ ഏരിയക്കകത്തായിരിക്കണം. എങ്കിൽ എല്ലാ ചാത്തന്മാരും ഒരേ നെറ്റ്വർക്കിനുള്ളിലാവണമെങ്കിൽ അവര് 97.5 × 390, അതായത് 38,025 കിലോമീറ്റർ സ്ക്വയർ ഏരിയക്കുള്ളിലായിരിക്കണം. ഇത് കേരളത്തിന്റെ സർഫസ് ഏരിയയ്ക്ക് ഈക്വലാണ്. ആൻഡ് ചാത്തൻ മലയാളിയുമാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഒരു കാലത്ത് അവരെല്ലാവരും കേരളത്തിലുണ്ടായിരുന്നു. ഇനിയാണ് കഥ തുടങ്ങാൻ പോകുന്നത്. ആദിയിൽ ചാത്തന്മാരുണ്ടായി. അവർക്കായി കേരളത്തിന്റെ ഭൂപ്രദേശം തുല്യമായി പകുത്തു കൊടുത്തു. അതായത് ജില്ലയ്ക്ക് ഒന്നിന് ഏതാണ്ട് 28 എണ്ണം. എന്നാലും ഇവർക്കിടയിൽ തർക്കങ്ങൾ പലതായിരുന്നു. സൂര്യന്റെ ബ്രൈറ്റ്നസ് എത്ര സെറ്റ് ചെയ്യണം, ഒരുത്തം കൂട്ടുമ്പോൾ വേറൊരുത്തം കുറയ്ക്കും, ആൻഡ് മഴവിൽ ഏത് കളർ അടിക്കണം, ആൻഡ് യക്ഷിയാര് ഡേറ്റ് ചെയ്യണം, അങ്ങനെ പല പല പ്രശ്നങ്ങൾ. ഇതൊക്കെ കണ്ട മനുഷ്യർ ഇവരുടെ ആരാധകരാവാൻ തുടങ്ങി. ആരാധന കൂട്ടാൻ യുവമാർ മാജിക് ഷോയും തുടങ്ങി. തമ്മിൽ ശത്രുത വർദ്ധിച്ചു. യുദ്ധങ്ങൾ തുടങ്ങി. ചിലർക്ക് നാട് വിടേണ്ടി വന്നു. അങ്ങനെ പോയ ഒരു ചാത്തനെയാവാൻ കേരളത്തിൽ നിന്നും ഒരുപാട് ദൂരെ അകലെ ഒരു ഗുഹയ്ക്കുള്ളിൽ നിന്നും കണ്ടെത്തിയത്. ചാത്തന്മാർ തിരികെ വരുമോ? യുദ്ധങ്ങൾ ഇനിയും ഉണ്ടാവുമോ? ചാത്തന്മാർ കാണുന്നവരെ ഷെയർ ചെയ്യും.